പോലീസ് നോട്ടീസുമായി എത്തിയിരിക്കുന്നു. നാളെ ഹാജരാകാനാണ് 10 മണിക്ക് ഹാജരാകാനാണ് കൊച്ചി പോലീസ് നേരിട്ട് നോട്ടീസുമായി ഇപ്പോൾ ഷൈൻ ടോമിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ പോലീസ് നോട്ടീസ് നൽകുമെന്ന് അറിയിച്ചിരുന്നു. MS ലിഷോയിയാണ് ചേരുന്നത്. ലിഷോയി, ഇപ്പോൾ വീട്ടിൽ പിതാവടക്കമുള്ളവരാണോ ഉള്ളത്? പോലീസ് സംഘം നേരിട്ട് തന്നെ എത്തുകയാണ്. അപ്പോൾ നടന് ഇക്കാര്യങ്ങൾ അറിയിക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് നേരിട്ട് നോട്ടീസ് എത്തിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? കുടുംബത്തിന്റെ മറ്റ് പ്രതികരണങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഹലോ 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 എറണാകുളം ടൗൺ പോലീസാണ് ഇപ്പോൾ തൃശ്ശൂർ മുണ്ടൂരിലുള്ള ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വീട്ടിൽ നേരിട്ടെത്തി നോട്ടീസ് നൽകുകയാണ്. നേരത്തെ അല്പസമയം മുമ്പ് നമ്മൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ പിതാവും അതിനോടൊപ്പം തന്നെ സഹോദരനുമൊക്കെ ആയി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞിരുന്നത് യാതൊരു വിധത്തിലും തങ്ങൾക്ക് പോലീസ് അന്വേഷണത്തെക്കുറിച്ച് അറിയില്ല, ഒരു നോട്ടീസും ഇതുവരേക്കും ലഭിച്ചിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥനും ഇതുവരേക്കും തങ്ങളെ വിളിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നാളെ ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് ഷൈനിനെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തതിനാൽ തന്നെ പോലീസ് മുണ്ടൂരിലെ വീട്ടിലെത്തി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. വീടിനകത്ത് ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് എത്തി ഈ നോട്ടീസ് കൈമാറുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഹോട്ടൽ റൂമിൽ നടന്ന ഡാൻസ് ഓഫിൻ്റെ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയതാണ് പ്രധാനപ്പെട്ട ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഷൈനിനെ ബന്ധപ്പെടാൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. വീട്ടുകാർക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവർ നമ്മളോട് പറഞ്ഞത് അവർ ഇതുവരേക്കും ഷൈനുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ നിരവധി അന്വേഷണം ഉൾപ്പെടെ ഈ കാര്യത്തിൽ നടക്കുമ്പോൾ പോലും ഷൈനെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഷൈനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് കുടുംബം പറയുമ്പോഴും പക്ഷേ ഷൈൻ അന്വേഷണവുമായി സഹകരിക്കും. മാത്രമല്ല, ഈ സിനിമയുടെ ബന്ധപ്പെട്ട IC കമ്മിറ്റിക്ക് മുൻപാകെ തിങ്കളാഴ്ച ഷൈൻ ഹാജരാകുമെന്ന് പിതാവ് പറയുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ആശയവിനിമയം നടക്കാതെ ഇങ്ങനെ പറയില്ലല്ലോ. അതെ, ഈ പോലീസ് അന്വേഷണത്തെക്കുറിച്ച് കുടുംബം പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഷൈൻ അതായത് ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള അമ്മയുടെ ഈ അന്വേഷണവും അതിനോടൊപ്പം തന്നെ അമ്മയുടെ നോട്ടീസും അതുപോലെ തന്നെ IC കമ്മിറ്റിയുടെ നോട്ടീസും ഉൾപ്പെടെയുള്ള അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി സഹകരിക്കുമെന്നുള്ളതാണ് കുടുംബം പറഞ്ഞിരുന്നത്. പോലീസ് അന്വേഷണത്തെക്കുറിച്ച് നമ്മൾ പലതവണ ചോദിച്ചപ്പോൾ കുടുംബം പറഞ്ഞത് യാതൊരു വിധത്തിലും ഒരു പ്രശ്നം ഷൈൻ ഉണ്ടാക്കിയതായി തങ്ങൾക്ക് അറിവില്ല. പിന്നെ എന്തിനാണ് പോലീസ് അന്വേഷണം എന്നുള്ള മറുചോദ്യമാണ് അവർ ചോദിച്ചത്. പക്ഷേ ഷൈനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ പറയുമ്പോഴും IC കമ്മിറ്റിയുടെ ഈ നോട്ടീസ് വന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കാണ്, ഷൈനിൻ്റെ മെയിലിലേക്കാണ് വന്നത്. ആ ഒരു സമയം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ആ നോട്ടീസിലെ കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി ഈ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും ഷൈനുമായി ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസൊക്കെ തന്നെ എന്തായാലും കൈമാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഈ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും. അതേസമയം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നാളെ 10 മണിക്ക് ഹാജരാകാൻ ഉള്ള നിർദ്ദേശമാണല്ലോ പോലീസിന്റെ ഭാഗത്തും വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഹാജരായില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ കുടുംബത്തിന് പറയാൻ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള സാധ്യതകളൊന്നുമില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറഞ്ഞൊഴിയാം. അപ്പോൾ നാളെ ഹാജരായില്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? ഇല്ല, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭ്യമല്ല. 2 ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ഈ നോട്ടീസ് കൈമാറുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അവർ നമ്മളോട് ഒരു വിധത്തിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒന്നും തന്നെയില്ല. അവർ നേരെ ഒരു ജീപ്പിൽ വരുന്നു, മുണ്ടൂരിലുള്ള ജീപ്പിൽ വരുന്നു, വീട്ടിലേക്ക് എത്തുന്നു, ഈ നോട്ടീസുമായി വീടിനകത്തേക്ക് പോകുന്നു. പുറത്ത് വണ്ടി വീണ്ടും തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ നോട്ടീസ് കൈപ്പറ്റിയതിൻ്റെ അതിൻ്റെ ഒപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ വാങ്ങിയതിന് ശേഷം ഇതേ
പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചു പോകുന്നു. അതല്ലാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാനൊന്നും തന്നെ കഴിയുന്ന ആളുകളൊന്നും തന്നെയല്ല. എന്തായാലും അത് അങ്ങനെ ചെയ്യുകയുമില്ല. എന്തായാലും ഇനിയിപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ഷൈൻ ഹാജരാകുമോ, ഈ വീട്ടിലേക്ക് ഷൈൻ എത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. എന്തായാലും വീട്ടുകാരുമായാണോ ഷൈൻ ഈ എറണാകുളത്തേക്ക് പോവുക, അല്ലെങ്കിൽ നാളെ ഇനിയിപ്പോൾ പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ യാതൊരു വിധത്തിലും ഒരു ഉറപ്പും ഇതുവരേക്കും ലഭ്യമായിട്ടില്ല, ഒരു വിവരവും നമുക്ക് ഇതുവരേക്കും ലഭ്യമായിട്ടില്ല. തിങ്കളാഴ്ച എന്തായാലും IC കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകും എന്നുള്ളത് മാത്രമാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നായി നമുക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ലഭ്യമായിരിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. അതല്ലാതെ അന്വേഷണം, ഈ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും വീട്ടുകാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അവർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം തന്നെ വീണ്ടും ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ഈ സഹോദരനുമായി സംസാരിച്ചപ്പോഴും അവർക്ക് ഇങ്ങനെ ഒരു നോട്ടീസിൻ്റെ കാര്യം അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അങ്ങനെ ഒരു നോട്ടീസ് ഇതുവരേക്കും എന്തിനാണ് നൽകുന്നത്, അങ്ങനെ പല മറുചോദ്യങ്ങളുമാണ് ഈ ഷൈൻ്റെ വീട്ടുകാരെന്തായാലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഇവരുമായി ബന്ധപ്പെട്ട് ഫോണിൽ ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും എല്ലാത്തിനും ഈ മറുപടിയുമായി ഷൈൻ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം പല ഈ പറഞ്ഞ കേസിനെ സംബന്ധിച്ചോളം, ഈ സംഭവത്തെ സംബന്ധിച്ചോളം ഏത് പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് വെല്ലുവിളികൾ, പരിമിതികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സർക്കിളിൽ നിന്ന് മാത്രമേ അവർക്ക് ഇടപെടാനും കഴിയുകയുള്ളൂ വീട്ടുകാരുമായിട്ട്. അല്ലെങ്കിൽ അവർക്കൊരു കർശന നിർദ്ദേശമോ ഒന്നും നൽകാൻ കഴിയില്ല. കാരണം നിലവിലൊരു പ്രതിയൊന്നുമല്ല. ആ നിലയ്ക്ക് വിവരങ്ങൾ ചോദിച്ചറിയുക, ഷൈൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ കൂടിയും പെട്ടെന്ന് പോയി അത് പിടികൂടുക എന്നത് പോലും ഒരു പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഷൈൻ സ്വാഭാവികമായും നൽകുന്ന നോട്ടീസിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഹാജരാകട്ടെ എന്നാണ് പോലീസും കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു സഹകരണമാണ് കുടുംബത്തിൽ നിന്നും പോലീസും പ്രതീക്ഷിക്കുന്നതല്ലേ? തീർച്ചയായും. അതായത് ഷൈൻ ഇതുവരേക്കും യാതൊരു വിധത്തിലും ഒരു സഹകരണം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നടത്തിയിട്ടില്ല. ആ ഒരു സംഭവത്തിൽ ഈ ഡാൻസാഫിൻ്റെ പരിശോധനയ്ക്കിടെ അവിടെ നിന്നും പോയതിന് ശേഷം പോലീസിനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഷൈൻ്റെ റൂമിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ഏതെങ്കിലും കേസിൽ പ്രതിയോ ഒന്നും അല്ലാത്തതിനാൽ തന്നെ ഈ കേസിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസിന് പരിമിതികൾ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അഥവാ ഷൈൻ ഹാജരാവുകയാണെങ്കിൽ തന്നെ ഷൈൻ്റെ പക്കൽ നിന്നും ഇത്തരത്തിലുള്ള വിവരങ്ങൾ തേടുക, എന്തിനാണ് ഓടിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവരങ്ങൾ തേടുക എന്നുള്ളത് മാത്രമാണ്. ഒരു പോസിബിലിറ്റി ഉള്ളത് ഷൈൻ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള പരിശോധന വേണമെങ്കിൽ നടത്താം. അതിപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞാലും അതിൻ്റെ അംശം, ഇത്രയും ഏതെങ്കിലും തരത്തിലുള്ള സിന്തറ്റിക് ലഹരി മരുന്ന് ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധനകളിൽ നിന്ന് എന്തായാലും വ്യക്തമാക്കാൻ അതായത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നോട്ടീസിന് ലഭിച്ചതിന് ശേഷം ഷൈൻ എത്തിയാൽ ആ ഒരു പരിശോധന നടത്തി ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. അതല്ലാതെ ഇയാളുടെ പക്കൽ നിന്നും മറ്റ് ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെടുക്കാത്ത ഒരു ഘട്ടത്തിൽ എന്തായാലും ഏതറ്റം വരേക്കും പോലീസിന് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതിൽ കർശനമായ നടപടികൾ എടുക്കാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംശയമുണ്ട്. എന്തായാലും നാളെ രാവിലെ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. അവർ വീടിനകത്തേക്ക് പ്രവേശിച്ചു. ഇവരുടെ വീട്ടുകാരുമായി സംസാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ വീടിനകത്ത് പരിശോധനയും, അതായത് ഷൈൻ ഇവിടെ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവർ ഈ വെറുതെ ഈ വീടിനകത്തേക്ക് കയറുക മാത്രമല്ല, അതിനും ഉള്ളിലേക്ക് റൂമുകളിലേക്കൊക്കെ തന്നെ പോകുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ വന്ന ഒരു സ്ഥിതിക്ക് ഇതുവരേക്കും പരിശോധനകളൊന്നും തന്നെ ഷൈൻ്റെ വീട്ടിൽ നടത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഷൈൻ ഈ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായും കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇതുപോലെയും ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്നില്ല. ആദ്യ പ്രതികരണം എന്നത് ഷൈനെ സംബന്ധിച്ചും ഷൈൻ്റെ അമ്മ നമ്മോട് നടത്തിയ ഒരു പ്രതികരണമാണ്. അത് ആ സമയത്തുണ്ടായ ചില സാഹചര്യങ്ങൾ പോലും ഭയപ്പെട്ടോടിയതാണെന്നാണ് അമ്മ പറയുന്നത്. അതിനപ്പുറത്തേക്ക് കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എന്തായാലും നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നില്ല. അങ്ങനെ പ്രതികരണം എന്തായാലും തൽക്കാലം അവർ നടത്തുന്നില്ല, അല്ലേ ലിഷോയി? അല്ല, ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ഷൈൻ്റെ അച്ഛൻ നമ്മളോട് പ്രതികരിച്ചത്. അതായത് അത് പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊന്നും അറിയില്ല എന്നുള്ളത് മാത്രമാണ്. ഈ പോലീസ് അന്വേഷണത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അറിവും ഇല്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഒരു വിധത്തിൽ നടക്കുമ്പോൾ, ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ ഷൈൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് അത് യാതൊരു വിധത്തിലും അറിവില്ല എന്നുള്ള ഒരൊറ്റ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുമായി സഹകരിക്കും എന്ന്, ആ അന്വേഷണങ്ങളുമായി, ആ ഹിയറിങ്ങുകളുമായി ഒക്കെ തന്നെ സഹകരിക്കുമെന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. അതായത് അല്പസമയം മുമ്പാണ് ലിഷോയി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടേക്ക് നോട്ടീസുമായി പോലീസ് സംഘം കൊച്ചിയിൽ നിന്ന് എത്തുന്നത്.